ഒരുപാട് സുഹൃത്തുക്കള് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഉള്ളത് ദുബായിലാണ്. ദുബായിൽ നിന്ന് യൂറോപ്പിലേക്ക് എങ്ങനെ വരാം, ഇവിടത്തെയും അവിടത്തെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. ഏകദേശം ഒരു 2015 ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു. എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, താങ്കളുടെ CV ഞങ്ങൾ കണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. സാധാരണ നമ്മളൊരു CV ഒരു കമ്പനിയിലേക്ക് കൊടുത്ത് നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു ജോലി കിട്ടാനായിട്ട്. ഇത് എന്നെ തേടി വന്നതാണ്. അപ്പോൾ അന്ന് എനിക്ക് ഏകദേശം ഒരു 3500 ദിറംസ് ശമ്പളമുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോലി വന്ന സ്ഥിതിക്ക് ഞാനൊന്ന് വെറുതെ ജസ്റ്റ് പോയി ഒന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ ഏകദേശം ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു റെപ്യൂട്ടഡ് കമ്പനി തന്നെ പറയാം. ആ കമ്പനിയുടെ MDയുടെ മകൻ എന്നെയാണ് ഇന്റർവ്യൂ ചെയ്തത്. ചെന്നപ്പോഴത്തേക്കും നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ല സ്വീകരണം. ഞാനങ്ങനെ ചെന്നു, അവിടെ ഇരുന്നു, പുള്ളിനായിട്ട് സംസാരിച്ചു. പുള്ളിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചത് എന്ത് സാലറി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇവിടെ ഒരു 3500-4000 യൂറോ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ദുബായിലേക്ക് വരികയാണെങ്കിൽ എനിക്കൊരു ഏകദേശം ഒരു 6000 ദിറംസെങ്കിലും താങ്കൾ തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നും തരത്തിലും എനിക്കത് മുതലാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്താ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, 6000 കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ബാർഗെയിൻ ചെയ്യാൻ വന്നതല്ല, എനിക്ക് ബാർഗെയിനിങ് ആവശ്യമില്ല. പക്ഷേ ഞാൻ ഈ സാലറി ചോദിച്ചാൽ സാറിനത് തരാൻ പറ്റിയാൽ എനിക്കത് ഗുണം ചെയ്യും. കാരണം ഇവിടുത്തെ എക്സ്പെൻസ് എനിക്ക് അറിയാം, നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് സാറ് എന്ത് തന്നെയായാലും എനിക്കത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ അപ്പം എന്നോടത്ത് സംസാരിക്കാം, ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ പറഞ്ഞയച്ചു. ഈ സംഭവം ഞാൻ വിചാരിച്ചു അത് നടക്കില്ല എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ ഓഫർ ലെറ്റർ റെഡി ആയിട്ടുണ്ട്, താങ്കൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഓഫർ ലെറ്റർ വായിച്ചോടുകൂടി എൻ്റെ കിളി പോയി. അപ്പോൾ അവരതിൽ കൊടുത്തിരിക്കുന്നത് 6500 ദിറംസ് സാലറി, എൻ്റെ വൈഫിനും 3 മക്കൾക്കുമുള്ള വിസ ഫ്രീ, അതുപോലെ തന്നെ വൈഫിനും 3 മക്കൾക്കും എവറി ഇയറിൽ ടിക്കറ്റ് ഫ്രീ, 3 മക്കൾക്ക് 10ാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കാനുള്ള ചെലവ് ഫ്രീ, അജ്മാനിലോ ഷാർജയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അക്കോമഡേഷനിൽ ഫ്രീ ആയിട്ടുള്ള താമസം, ഇൻഷുറൻസ്, ലാപ്ടോപ്പ്, കാറ്, കിളി പോകാൻ വല്ലതും വേണം നമുക്ക്. ഇത് ഈ 6500 സാലറിയുടെ പുറകെ. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 10,000 അടുത്ത് ശമ്പളമായി എനിക്ക്. ഞാനപ്പോൾ എന്ത് ചെയ്തു, മാന്യമായിട്ട് നമ്മളുടെ സ്പോൺസറുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഞാൻ ഒരുപാട് കടമ്പകളൊക്കെ കടന്ന് ഈ സാധനം എനിക്ക് പാസ്സായി, അവരെനിക്ക് ഒരു ഓഫർ ലെറ്റർ തന്നു. അവരിങ്ങനെ ജസ്റ്റ് വായിച്ചിങ്ങനെ അവിടെ ഇട്ടു. മാനേജറുടെ അടുത്ത്, അർബാബിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. മാനേജർ മലയാളിയായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇതെനിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്നത്. നോക്കട്ടെ, ഇതായിരുന്നു താങ്കളുടെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഒരു മൂഡ് ഓഫായി. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ അർബാബ് എന്ന് പറഞ്ഞാൽ സ്പോൺസർ വന്നപ്പോൾ ഞാൻ സ്പോൺസറുടെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ പുള്ളി ആദ്യം തന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ മലയാളി മാനേജർ ഈ സ്പോൺസറെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ പിറ്റേ ദിവസം വന്നപ്പോൾ പിന്നെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. അങ്ങനെ തരാൻ പറ്റില്ല, ഞാൻ നിന്നെ സഹോദരനെ പോലെയാണ് കണ്ടത്, ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു, സാറേ ഞാനിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ സാറിൻ്റെ ഈ സ്ഥാപനം നടക്കില്ലേ? എന്നേക്കാളും പെർഫെക്റ്റാണ് ഞാൻ ട്രെയിനിങ് കൊടുത്ത എൻ്റെ അസിസ്റ്റന്റ്, അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടല്ലേ, സൂപ്പർവൈസർ ആവാനുള്ളൊരു ചാൻസ് കിട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തോ എന്നാലും പറ്റില്ല, നീ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോക്കോ, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ നേരെ ഇവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സ്പോൺസർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ കക്ഷി നേരെ പോയത് എമിഗ്രേഷനിലാണ്. ഇത് പറഞ്ഞതിന് ശേഷം നേരെ പോയത് എമിഗ്രേഷനിലേക്ക്. ഞാനിവിടുന്ന് അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. എങ്ങനെയുണ്ട്? ഞാനിവിടുന്ന് അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. പുള്ളിക്കാരൻ ഈ ഒരു കാര്യത്തിൽ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഡെയിലി വരിക, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, പോകുന്നു. ഞാൻ ഒരു 30 ഡേയ്സിൻ്റെ നോട്ടീസ് ഞാൻ കൊടുത്തു നോക്കി ഇവർക്ക്, എന്നാലെങ്കിലും ഒരു മനസ്സ് മാറുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവരെ മനസ്സ് മാറിയില്ല. ഇവർ കടിച്ചു പിടിച്ച പോലെ തന്നെ നിന്നു. ലാസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു, കീഴടങ്ങി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാം എന്നായി. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാണ് വീണ്ടും. പക്ഷേ എനിക്ക് മാനസികമായിട്ട് ഒരിത് വന്നില്ല. ഞാൻ അന്ന്
രാത്രി ഞാൻ നാട്ടിലേക്ക്, എൻ്റെ വൈഫ് പ്രസവിച്ചു പെൺകുട്ടി, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോകുന്ന എയർപോർട്ടിൽ വെച്ച് എന്നെ തടഞ്ഞു നിർത്തി. നീ അബ്സ്കോണ്ടിങ് ആണ്, നീ ഇവിടുന്ന് സ്പോൺസർ അറിയാതെ ചാടിപ്പോയിട്ട് നീ വന്നത്. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ചാടിപ്പോയിട്ടൊന്നുമില്ല, എനിക്കിങ്ങനെ ഒരു ഓഫർ ലെറ്റർ വന്നു, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കോംപ്രമൈസായി ഞാൻ പണിക്ക് കയറി. അങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂർ എന്നെ ആ ഒരു റൂമിൽ ഇരുത്തിയതിന് ശേഷം എന്നെ ഇവര് മെസ്സേജുകളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം എന്നെ പറഞ്ഞയച്ചു. ഓക്കെ എന്നാണ്. അപ്പോൾ ഉണ്ടായ എനിക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്ക് ആ നേരത്ത്. ഞാൻ ഇവരോട് ഇത്രയും കാലം 5 വർഷം നല്ല രീതിയിൽ ഞാൻ പെരുമാറിയിട്ട് അവരെനിക്ക് തന്ന ഒരു റിപ്പോർട്ട് ഇതായിരുന്നു. പിന്നീട് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവര് എന്നോട് പറഞ്ഞു, ഇനി വേണമെന്നുണ്ടെങ്കിൽ മുജീബിന് വേറെ പണി നോക്കാം എന്ന് പറഞ്ഞു. അവരുടെ ആവശ്യം കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊരുമാതിരി പണിയായി പോയല്ലേ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഇവർക്ക് ഞാനൊരു 10,000 യൂറോ ദിറംസ് കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പണിയെടുത്തിട്ട് ആ 10,000 ദിറംസ് ഞാൻ വീട്ടിയതിന് ശേഷം ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ വേറെ കമ്പനിയിലേക്ക് പോയി. ഈ പറഞ്ഞ സംഭവം നമ്മളിപ്പോൾ ഇവിടെ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നാളെ ഞാൻ റിസൈൻ ചെയ്യാണ്, അടുത്ത ഒരു 1 മന്ത് ഞാൻ വർക്ക് ചെയ്യും, അതിനുശേഷം ഞാൻ മാറുക എന്ന് പറഞ്ഞാൽ അവർ നോ പ്രോബ്ലം. ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവിടെ. അതായത് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഈവൻ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലാണ്. നാളെ എനിക്കൊന്ന് ജർമ്മനി പോകണം, പോകാം. വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണം, പോകാം. അവിടെയൊക്കെ വിസ അടിക്കാം, കുഴപ്പമില്ല, അവിടെ പോകാം. അവിടെ പോയി അവിടെ ജോലി ഓക്കെ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം. ഇവരോർക്ക് ലെറ്റർ കൊടുത്താൽ മതി, നമ്മൾ ഇനി വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. ഇത്രയും സിമ്പിളാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതാണ് ഒരു ഗൾഫ് രാജ്യവും ഒരു യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇനി വേറെ പോയിന്റുകളുണ്ട്, അടുത്ത വീഡിയോയിൽ പറയാം.